വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കോതമംഗലത്ത് വായനാ പക്ഷാചരണത്തിന്റെ താലൂക്ക് തല ഉദ്ഘാടനം നടന്നു. കോതമംഗലത്ത് വായനാ പക്ഷാചരണം താലൂക്ക് തല ഉദ്ഘാടനം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറിയായിരുന്ന IV ദാസിന്റെ ജന്മദിനമായ ജൂലൈ 7 വരെയാണ് വായനാ പക്ഷാചരണമായി സംഘടിപ്പിക്കുന്നത്. ഇക്കാലയളവിൽ താലൂക്കിലെ വിവിധ ലൈബ്രറികളിൽ നിരവധി പരിപാടികൾ നടക്കും. ചെറുവട്ടൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. പഠിച്ച് മിടുക്കനായി യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ പ്രവേശനം നേടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായി പ്രവേശനം നേടിയതിനു ശേഷം ആദ്യമായി കാണുന്നു എന്നതുകൊണ്ടാണ് ഈ കാര്യം സൂചിപ്പിച്ചത്. ഏതായാലും നമ്മുടെ ഈ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഇങ്ങനെ വായനാ പക്ഷാചരണം സംസ്ഥാനത്ത് വളരെ വിപുലമായി 19 ദിവസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളോട് സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KO കുര്യാക്കോസ് അധ്യക്ഷനായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം CP മുഹമ്മദ്, സ്കൂൾ പ്രിൻസിപ്പൽ നയനാദാസ്, അഡ്വക്കേറ്റ് സുരേഷ് M കുമാർ, PTA പ്രസിഡന്റ് റംല ഇബ്രാഹിം, PTA അംഗം K യൂസഫ് എന്നിവർ സംസാരിച്ചു. ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ സ്വാഗതവും ഇരമല്ലൂർ ലൈബ്രറി പ്രസിഡന്റ് MM കുഞ്ഞുമൈദീൻ നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി കുട്ടികൾ കവിതാലാപനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.